വയനാട് നമ്പ്യാർകുന്നിൽ പുലിയുടെ ആക്രമണം ഉണ്ടായി. ആശ്രമക്കുന്ന് സ്വദേശി വിൽസന്റെ നായയെ പുലി പാതി ഭക്ഷ്യ നിലയിൽ കണ്ടെത്തി. അതിനിടെ പുൽപ്പള്ളി സീതാമൗണ്ടിൽ പശുക്കിടാവിനെ കൊന്ന കടുവയുടെ ചിത്രവും പുറത്തുവന്നു. സുർജിത്ത് അയ്യപ്പ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സുർജിത്ത്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. SKN, ആദ്യം പുലിയുടെ വാർത്തയിലേക്ക് വരാം. പുലിയുടെ വാർത്തയിൽ പറയാനുള്ളത് നമ്പ്യാർകുന്ന് എന്ന് പറയുന്ന പ്രദേശം ചീരാലിനടുത്തുള്ള പ്രദേശമാണിത്. നെന്മേനി പഞ്ചായത്തിലെ പ്രദേശമാണ്. ഇവിടെയാണ് ഇത്തരത്തിൽ പുലിയുടെ സാന്നിധ്യം കഴിഞ്ഞ ദിവസങ്ങളിലായി എല്ലാം ഉണ്ട്. നമ്പ്യാർകുന്നിൽ ഒരു പുലിയെ കൂട് വെച്ച് പിടികൂടുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിന് ശേഷമാണ് വീണ്ടും പുലിയുടെ ആക്രമണം തുടർച്ചയായിരിക്കുന്നത്. ഇത് ഒരു 2 ആഴ്ചക്കിടെ 3ാമത്തെ വളർത്തുപട്ടിയെയാണ് പുലി ആക്രമിച്ച് കൊല്ലുന്നൊരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. നമ്പ്യാർകുന്ന് തടത്തിപ്ലാക്കിൽ വിൽസന്റെ വളർത്തുനായയാണ് ഇപ്പോൾ പുലി ആക്രമിച്ചിരിക്കുന്നത്. പുലർച്ചെ 2:30 ഈ പുലി എത്തിയ ശേഷം ഇത് ആക്രമിച്ച് കൊല്ലുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്ക ഈ മേഖലയിലുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രദേശം എന്ന് പറയുന്നത് മേപ്പാടി റേഞ്ചിന് കീഴിലുള്ളതാണ്. അതായത് 45 കിലോമീറ്ററോളം ദൂരെ യാത്രയുണ്ട്. തമിഴ്നാട് അതിർത്തിയിലാണ് നമ്പ്യാർകുന്ന് പ്രദേശം. അതുകൊണ്ട് തന്നെ വനപാലകർ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എത്തുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ടെന്നുള്ള മറ്റൊരു കാര്യമാണ്. കാരണം സമയബന്ധമായി അവിടെ എത്താനൊന്നും കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. അത്രയും ദൂരമുണ്ട് എന്നുള്ളതാണ് പ്രതിസന്ധി. അതാണ് പുലിയുമായി ബന്ധപ്പെട്ട കാര്യം. ആളുകൾ വലിയ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. ഈ കടുവയുമായി ബന്ധപ്പെട്ട ചിത്രമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. SKN, കടുവ പുൽപ്പള്ളിയിലാണ്, സീതാമൗണ്ടിലാണ്, ഐശ്വര്യക്കവല എന്ന് പറയുന്ന പ്രദേശത്താണ് ഇപ്പോൾ കടുവ ഇറങ്ങിയിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് കർണാടക വനമേഖലയാണ്. ഈ വനമേഖലയിൽ നിന്നാണ് കടുവ ഇറങ്ങിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. തിങ്കളാഴ്ച രാത്രിയാണ് കടുവ അമ്മിണി എന്ന് പറയുന്ന ആളുടെ 2 വയസ്സ് പ്രായമുള്ള പശുക്കിടാവിനെ കടിച്ച് കൊല്ലുന്ന ഒരവസ്ഥയുണ്ടായത്. ഈ പശുക്കിടാവിന്റെ അറച്ച കേട്ട ശേഷം പ്രദേശവാസികൾ ഒച്ചയെടുത്തതിനെ തുടർന്ന് ഈ കടുവ പിൻവാങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ചൊവ്വാഴ്ച രാവിലെയും ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. വനം വകുപ്പ് ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചു. ആ ക്യാമറ ട്രാപ്പിലാണ് കടുവയുടെ ദൃശ്യം കുടുങ്ങിയിട്ടുള്ളത്. എന്തായാലും ഈ കടുവ വീണ്ടും എത്തിയ ശേഷം ജഡാവശിഷ്ടം ഭക്ഷിച്ച് കടന്നു പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. നേരെ പോയിട്ടുള്ളത് കർണാടക കാട്ടിലേക്കാണ്. ഈ സാഹചര്യത്തിൽ കൂട് വെച്ച് പിടികൂടണം എന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്.